ഷാഫി പറമ്പിലിന്റെ നോമിനിയാണ് രാഹുൽ എന്ന് പറയുന്നത് മാത്രമല്ല, ഷാഫി പറമ്പിലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഷാഫി പറമ്പിലിന്റെ എപ്പോഴും കൂടെ ഉണ്ടായ സന്തത സഹചാരിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഷാഫി പറമ്പിലിന് അറിയാം എന്ന് ഇന്നലെ പ്രവാസി എഴുത്തുകാരിയായ ഹണി ഭാസ്കരൻ ഒക്കെ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം ഷാഫിക്ക് അറിയാം, പലരും ഷാഫിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ എംപിയുടെ കൂടി ഉത്തരവാദിത്വമല്ലേ ഇതിൽ മറുപടി പറയേണ്ടത്? അതായത് കോൺഗ്രസിന്റെ യുവ നേതാക്കളിലെ ഏറ്റവും ജനകീയ മുഖമുള്ള ഒരു നേതാവായി വളർന്നയാളാണ് ഷാഫി പറമ്പിൽ. വടകരയിലെ തകർപ്പൻ ജയത്തോടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകരയിലെ തകർപ്പൻ ജയത്തോടെ ആ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ അടുത്ത ഒരു യുവനിരയെ നയിക്കുന്നത് ഷാഫി ആയിരിക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം അതിശക്തമായി വന്നതാണ്. അതിനിടെ ഷാഫി പറമ്പിലിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക്, വ്യക്തിപരമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മുനവെച്ച് ചെന്ന് നീളുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ രേഖാമൂലവും അല്ലാതെയും നേരത്തെ തന്നെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരു ഇടപെടൽ നടത്താൻ നേതൃത്വം തയ്യാറായില്ല എന്നതാണ് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഒരുപക്ഷെ മറ്റ് എതിർ രാഷ്ട്രീയ ചേരികൾക്ക് ആയുധമാക്കാൻ ഒരവസരം നൽകേണ്ടതില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അടിയന്തരമായ ഒരു നടപടിക്ക് മുതിരാതിരുന്നതാകും. പക്ഷേ അത്തരമൊരു തീരുമാനവുമായി മുമ്പോട്ട് പോയ കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇനി അങ്ങോട്ട് മുഖം രക്ഷിക്കാൻ എന്ന വണ്ണം മാത്രം ഈ നടപടിയെടുക്കാൻ നിർബന്ധിതമാകുകയാണ് കോൺഗ്രസ്. ഒരുപക്ഷെ ഈ നടപടി ഒരു മാസം മുമ്പെടുത്തിരുന്നെങ്കിൽ പാർട്ടി കൃത്യമായി ആരോപണം നേരിട്ട ഒരാൾക്കെതിരെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ഗതികെട്ട് നടപടിയെടുക്കാൻ നിർബന്ധിതമാകുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി നിൽക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, രാഹുലിനെ മാറ്റുകയാണെങ്കിൽ ആര് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അഭിജിത്തിന്റെയും അബിൻ വർക്കിയുടെയും ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ പലയിടത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെയും പ്രശ്നങ്ങളുണ്ട്. രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഷാഫി പറമ്പിൽ എന്ന ആളുടെ നോമിനി ആയതുകൊണ്ട് മാത്രമാണ് രാഹുൽ അത്ര വേഗം ആ സ്ഥാനത്ത് എത്തിയത് എന്നതുൾപ്പെടെ. അങ്ങനെയെങ്കിൽ ഇതുണ്ടാക്കുന്ന, പാർട്ടിക്കകത്തുണ്ടാക്കുന്ന സമവാക്യ മാറ്റങ്ങൾ നിലവിൽ തന്നെ അങ്ങനെ പലതും വന്നു കഴിഞ്ഞു. പലയിടത്തായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. അതിന്റെ പല കാരണങ്ങളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിനകത്ത്, യൂത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതായത് വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസിൽ സമീപകാലം വരെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 2 ശാക്തിക ചേരികളായി പാർട്ടി നേതൃത്വം മാറിയിരുന്നു. അവിടെയാണ് വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ത്രയം മറ്റ് നേതാക്കളെ ഒതുക്കുകയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപവുമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം പാർട്ടി വേദികളിലടക്കം പലപ്പോഴും പ്രകടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ PV അൻവറിനെ രാത്രിയിൽ സന്ദർശിച്ച് പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടൽ ഉണ്ടായതോടെയാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടം ബന്ധത്തിൽ വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായത്. രാഹുൽ എത്തിയത് ആരും പറഞ്ഞിട്ടല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി നിലപാടെടുത്തെങ്കിലും ഒരു പ്രമുഖ നേതാവിന്റെ കൃത്യമായ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിനിടയിലെ അടക്കം പറച്ചിൽ. ആ ഒരു സംസാരമാണ് രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീശനും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പിന്നീട് അങ്ങോട്ട് പരസ്യ വിമർശന മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉന്നയിച്ച വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് ഇതിന്റെ പേരിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചെന്നും ഇത് വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന തരത്തിലുള്ള കടുത്ത പ്രയോഗങ്ങൾ രാഹുലിനെതിരെ നടത്തിയെന്നുമാണ് പറയുന്നത്. അവിടെയാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറി മറിയുന്ന ഇടപെടലുണ്ടായത്. നമുക്കറിയാം, മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ തർക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുകൾത്തട്ടിൽ അത് കാണാനില്ലതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ അത് വലിയ തരത്തിലുള്ള അടക്കം പറച്ചിലും ചർച്ചയുമായി മാറിയിട്ടുണ്ട്. അതിനിടയിൽ മറ്റൊരു ശാക്തിക ചേരിക്കൊപ്പം ചേരാൻ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നടത്തിയ ശ്രമം വി ഡി സതീശനെ ചൊടിപ്പിച്ചു എന്ന തരത്തിലുള്ള സംസാരങ്ങളടക്കം പുറത്തുവരുന്നുണ്ട്. അവിടെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ ആരോപണങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മാറിമറിയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തെളിവായി കൂടി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് ഏതു വിധേനയും അനായാസേനെ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമെന്ന വിലയിരുത്തലിലായിരുന്നു ഹൈക്കമാൻഡ് നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടക്കം അനൌദ്യോഗികമായി ഇപ്പോൾ തന്നെ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായതും AICC ജനറൽ സെക്രട്ടറി കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായതുമൊക്കെ. അതിനിടയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെയും യുവനിരയെയും
പാർട്ടിയെ മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിൽ ഇങ്ങനെയൊരു ദൌർഭാഗ്യകരമായ സാഹചര്യം പാർട്ടിക്ക് നേരിടേണ്ടി വരുന്നത്. അവിടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തുടർ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമെന്നാണ് അറിയാനുള്ളത്. ഹൂ കെയേഴ്സ് എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരസ്യ പ്രതികരണത്തിന് സമൂഹമാധ്യമത്തിലൂടെ ഡോക്ടർ ജിൻഡോ ജോൺ അടക്കം ഐ ഡു കെയർ എന്ന മറുപടിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ നേതാക്കൾ അത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ കോൺഗ്രസ് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് മാറും. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേവലം ഒരു നടപടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധി. എന്തുകൊണ്ട് ഈ പരാതികൾ ഉയർന്നിട്ട് കോൺഗ്രസിന് ഒരു അച്ചടക്ക സമിതി ഉണ്ടായിട്ട് ആ സമിതിയിൽ പോലും അത് ചർച്ചയായില്ല എന്ന ഗൌരവമുള്ള ചോദ്യങ്ങൾക്ക് നേതൃത്വം വൈകാതെ ഉത്തരം പറയേണ്ടി വരും. നേതാക്കളുടെ പ്രതികരണത്തെക്കുറിച്ചാണ് ഡാൻ ഇനി അറിയേണ്ടത്. കെ സി വേണുഗോപാൽ മറുപടിയില്ലാതെ മടങ്ങി, മറുപടിയൊന്നും പറഞ്ഞില്ല ഈ വിഷയത്തിൽ എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എവിടെയോ ആരോ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തിനു മറുപടി പറയണമെന്നൊരു നിലപാട് കോൺഗ്രസ് നേതാക്കൾ എടുത്തിരുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല, കൃത്യമായി മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരുന്ന ഏറ്റവും മോശപ്പെട്ട ആരോപണം, അതായത് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയുള്ള യുവ സംഘടനയിൽ തന്നെ അംഗങ്ങളായ യുവതികൾക്കടക്കം മെസ്സേജുകൾ അയച്ചിരുന്നു, നിരന്തരമായി മെസ്സേജുകൾ അയച്ചിരുന്നു. നമുക്കറിയാം ഇങ്ങനെ കുറച്ചെണ്ണം വരുമ്പോൾ ബാക്കിയൊക്കെ പുറത്തേക്ക് വരുമെന്ന കാര്യവും ഉറപ്പാണല്ലോ. അങ്ങനെയെങ്കിൽ തീർത്തും പ്രതിരോധത്തിലാവുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സമയത്ത് നേതാക്കൾ ഇതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടില്ലേ? സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി PWDയുടെ റെസ്റ്റ് ഹൌസിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരുന്നു. ഇന്നും അത് മാറ്റിവെക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഈ വിവാദങ്ങളിൽ അദ്ദേഹം തയ്യാറാകുമോ എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ഇതുവരെ മൗനം തുടർന്ന വി ഡി സതീശൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറയുമോ, അതോ നേരിട്ട് ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്ക് കയറിപ്പോകുമോ, അതിലാണ് വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും, അതോ പ്രതികരിക്കാതെ പോകുമോ എന്ന് അറിയില്ല. ഒരുപക്ഷെ ഈ സെമിനാർ കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്ന് അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സെമിനാർ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി റെസ്റ്റ് ഹൌസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും ഇനി മറുപടി പറയാതിരിക്കാൻ സാധ്യമല്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. വി ഡി സതീശന് വലിയ അതൃപ്തിയുണ്ട് ഈ വിഷയത്തിൽ എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അത് നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള സമവാക്യ മാറ്റങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കോൺഗ്രസിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം. ആ സമവാക്യ മാറ്റങ്ങളുടെ ഒക്കെ ശേഷം വരുന്ന ഗുരുതരമായ പരാതികൾ, അത് പാർട്ടിക്കുള്ളിൽ സംഘടനയ്ക്കുള്ളിൽ നിന്നടക്കം നടപടി വേണം, അല്ലെങ്കിൽ ഇതിന് ഉത്തരം പറയണം, എന്താണ് സംഭവിച്ചതെന്ന് പറയണം എന്ന് പറയുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ ഈ തെളിവുകൾ പുറത്തു വരുന്നു. തെളിവുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി മറുപടി പറയാതിരിക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ രാഹുലിനെ മാറ്റുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരുടെ പേര്? അതുകൂടി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. മാറ്റുന്ന കാര്യത്തിൽ നേതൃത്വത്തിനിടയിൽ കൃത്യമായി ധാരണയായി കഴിഞ്ഞു. അടിയന്തരമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റും. അത് എപ്പോഴാണ് എന്ന ഒരു ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. വേണമെങ്കിൽ അത് ഇന്ന് തന്നെ സംഭവിക്കാം. അതല്ല എങ്കിൽ പാർട്ടി തലത്തിൽ അടിയന്തരമായ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം അതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തുന്നത്. പക്ഷേ പകരക്കാരനായി എ ഗ്രൂപ്പിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അബിൻ വർക്കി ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അബിൻ വർക്കിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതിൽ പ്രായോഗികമായ ചില തടസ്സങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു എ ഗ്രൂപ്പിന്റെ പ്രതിനിധി തന്നെ വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ പുനഃസംഘടനയിൽ അടക്കം യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ അടക്കം അവഗണിക്കപ്പെട്ടു എന്ന ഒരു വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്ന KM അഭിജിത്തിനെ പകരക്കാരനായി പരിഗണിക്കാനുള്ള സാധ്യത അങ്ങനെയെങ്കിൽ ഏറും. പക്ഷേ അതിനുള്ള ചർച്ചകൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് എന്ന് ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് തന്നെ മാറ്റുമോ, ഇന്ന് തന്നെ രാഹുലിന്റെ രാജി എഴുതി വാങ്ങുമോ നേതൃത്വം എന്നതിൽ മാത്രമാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്.